ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഹ സീൻ ഷോട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ സാന്ത്വനം 2 ഇനി വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ ഒരു വിശേഷം നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകല്ലേ. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ സാന്ത്വനത്തിൽ നമ്മുടെ ദേവി എല്ലാം നഷ്ടപ്പെട്ട് ഒരാളും ഇല്ലാണ്ട്, അതായത് സ്വന്തം ഭർത്താവും ഭർത്താവിൻ്റെ കുടുംബവും തൻ്റെ ആ കുടുംബം അവരെ അനുജന്മാരും അനിയത്തിമാരും ഒക്കെ നഷ്ടപ്പെട്ട് എല്ലാം ജീവിതത്തിൽ ഇനി ഒരു പ്രതീക്ഷ പോലും ദേവിക്കില്ലാണ്ട് ദേവി തിരിച്ച് തൻ്റെ ആ സ്വന്തം അമ്മയോടും അച്ഛനോടും വരെയാണ്. പക്ഷെ അവിടെയും ദേവിയെ വെല്ലുവിളിക്കുകയാണ്. കാരണം ആ സ്വന്തം വീട്ടിൽ സ്വന്തം അമ്മയുടെയും അച്ഛൻ്റെയും ചില കഠിന ക്രൂരതകൾ കണ്ട് ദേവി വല്ലാണ്ടങ്ങ് തളർന്നു പോവുകയാണ്. തനിക്കിനി ആരാ ഉള്ളത്, തൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു എന്നൊക്കെയുള്ള തോന്നൽ വരെയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഗോമതി ആണെങ്കിൽ, ഗോമതി ശരിക്കും നമ്മളൊരു ആവറേജ് ഒരു ഉദ്ദേശം ഉണ്ടല്ലോ, ഗോമതി ഇനിയിപ്പോൾ എങ്ങനെ പ്രതികരിക്കും ദേവിയോട്. തൻ്റെ മകൻ്റെ ജീവിതം തുലച്ച് കളഞ്ഞ ഒരു ഭാര്യയായി പോയില്ലേ എവള്, ഇനി എവളെ മരുമകളെ ഒരിക്കലും ഇനി ഇങ്ങോട്ട് സ്വീകരിക്കില്ല, എവൾ ഇനി ഈ കുടുംബത്ത് കാല് കുത്തരുത്, അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയിലാണ് ദേവി നിൽക്കുന്നത്. അങ്ങനെ ഈ നമ്മുടെ ശ്രീകലയും നമ്മുടെ ഉദയഭാനുവും കൂടെ ആലോചിക്കുകയാണ്, ഈ ദേവി ഇനി എത്രയും പെട്ടെന്ന് നമ്മുടെ ദേവമംഗലത്ത് തന്നെ തിരിച്ചു പോകണം. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചില നമ്പറുകൾ ഇറക്കേണ്ടി വരും. അങ്ങനെ ശ്രീകല മുൻപന്തിയിൽ നിന്നുകൊണ്ട് ദേവിയുടെ അടുത്ത് കുറച്ച് ക്രൂരമായിട്ടൊക്കെയുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നിൻ്റെ അനുജത്തിയുടെ ജീവിതത്തെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും ഒരു ചിന്തയുണ്ടോ, നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവളുടെ ഭാവിയും നന്നാവില്ല, അവൾക്ക് വന്ന കല്യാണാലോചന മുടങ്ങിപ്പോവും, നീ കാരണം അങ്ങനെ ഒരു അവസ്ഥ വരുത്തി വെക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ശ്രീകല ദേവിയോട് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തളർന്നു പോകും കണക്കാണ് ദേവിയോട് സംസാരിക്കുന്നത്. ദേവിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു സമാധാനമില്ല, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഈ അവസരത്തിൽ തന്നെ ഒന്ന് ചേർത്ത് പിടിക്കേണ്ട മാതാപിതാക്കൾ പോലും തന്നെ തള്ളി പറയുന്ന ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ദേവിയോട് പറയുന്നുണ്ട്, നീ എത്രയും പെട്ടെന്ന് ദേവമംഗലത്തോട്ട് പൊക്കോ, ഇനിയിപ്പോൾ നീ ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യമില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദേവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ദേവിക്ക് ഒരു ശകലമെങ്കിലും സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് നമ്മുടെ മീനാക്ഷിയാണ്. പക്ഷേ മീനാക്ഷിക്കും ദേവമംഗലത്ത് ദേവിക്ക് വേണ്ടിയിട്ട് ഒരു വാക്ക് പോലും പറയാൻ ഗോമതി അനുവദിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി സപ്പോർട്ട് ഇവിടെ ആരും പറയണ്ട. ഗോമതി ആ ഒരു റൂൾസാണ്. കാരണം എന്ന് വെച്ചാൽ ഇനി ദേവി എന്നൊരു പേര് ഈ വീട്ടിനകത്ത് ഒരാൾ പോലും ഉച്ചരിച്ച് പോകരുത്, അങ്ങനെയാണ് ഗോമതിയുടെ നിലപാട്. അങ്ങനെ നമ്മുടെ ദേവി ഇനി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ നമ്മുടെ ആനന്ദിൻ്റെ അവസ്ഥ ഇതൊന്നും അല്ല കേട്ടോ. നമ്മളെ ആനന്ദാണെങ്കിൽ ആനന്ദിനെ നമുക്ക് കുറ്റപ്പെടുത്താനും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഈ സാഹചര്യത്തിൽ, അതായത് ഈ സത്യങ്ങളൊക്കെ അച്ഛനും അമ്മയോടും ആനന്ദ് പറയുന്നതിന് മുന്നേ തന്നെ ഇതെല്ലാം മനസ്സിൽ ഒറ്റയ്ക്ക് ഒതുക്കി എല്ലാം വെച്ചു. എന്നിട്ട് കൂടി ഈ ഉദയഭാനു നമ്മുടെ ആനന്ദിനെ മണ്ടനാക്കുന്ന രീതിയിൽ വീണ്ടും ഗോമതി സ്റ്റോറിലും മറ്റും ചെന്നിട്ട് വീണ്ടും ഓരോ ഉടായ്പ് പൈസ മോഷ്ടിച്ചെടുക്കലും അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ കാണിച്ചു. അപ്പോൾ വീണ്ടും ആനന്ദ് നോക്കുമ്പോൾ വീണ്ടും തന്നെ തൻ്റെ കുടുംബത്തെ ഇയാളൊക്കെ മണ്ടനാക്കിയാണ്. ഇനി അത് വെച്ച് കുറിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ കുഞ്ഞ് നഷ്ടപ്പെട്ടു. പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ ദേവിക്ക് ആനന്ദിനോട് ഇതുവരെയും പറയാനായിട്ട് സാധിച്ചിട്ടുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ദേവി ചിന്തിച്ചു, ഇനി എന്ത് ചെയ്യണം. താൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തൻ്റെ അനുജത്തിയുടെ ജീവിതം, അത് അമ്മയും അച്ഛനും പറയണ പോലെ അത് അവളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുമോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒന്നുകൂടെ ദേവമംഗലത്തോട്ട് ചെന്ന് എല്ലാവരോടും സംസാരിച്ച് നോക്കാം. പക്ഷെ അവിടെ ചെല്ലുന്ന ദേവി നിരാശപ്പെട്ടാണ് തിരിച്ചു പറഞ്ഞത്. അവസാനം ദേവിയോട് മുഖത്ത് നോക്കി പറയും, നിന്നെ ഇനി ആനന്ദിൻ്റെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ വിവാഹം വേർപ്പെടുത്തി തന്നെ കളയുമെന്നാണ് നമ്മുടെ ഗോമതി പറഞ്ഞിരിക്കുന്നത്. അതും കൂടെ കേട്ടപ്പോൾ ദേവിക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. അതിനുശേഷം ദേവി അവിടെ നിന്ന് ഇറങ്ങി നേരെ ആനന്ദ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോവുകയാണ്. ആനന്ദേട്ടാ, എനിക്കൊന്ന് സംസാരിക്കണം പ്ലീസ്, ആനന്ദേട്ടാ ഒന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് ആനന്ദ് ദേവി അവിടെ നിന്ന് പിടിച്ച് വെളി വിടണം. കാരണം നീ ഇനി ഇവിടെയും കൂടെ വന്ന് എൻ്റെ സമാധാനം കളയാനാണെങ്കിൽ ഞാൻ ഈ ജോലി ഉപേക്ഷിച്ചിട്ട് ഞാൻ വീട്ടിലെങ്ങാനും നിന്നോളാം, നീ എനിക്ക് സമാധാനം തരില്ലെങ്കിൽ. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ദേവി അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇനി എന്താ ചെയ്യണം, ബാലച്ചനെ ഒന്ന് പോയി കണ്ടു നോക്കിയാലോ. അങ്ങനെ നമ്മുടെ ദേവി ഗോമതി സ്റ്റോറിലോട്ട് ചെല്ലുകയാണ്. ബാലൻ ആദ്യം മുഖത്ത് പോലും നോക്കാനായിട്ട് കൂട്ടാക്കിയില്ല. എന്നിട്ട് ദേവി കാല് പിടിക്കും പോലെ അവിടെ നിന്ന് കരയാനായിട്ട്. അപ്പം നമ്മുടെ രാമേട്ടന് പോലും ഒരു ആ നിസ്സഹായാവസ്ഥ കണ്ടിട്ട് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ദേവി മോളുടെ അച്ഛൻ ഇപ്പോൾ എന്താണ് ഏതാണ് എന്നൊന്നും അറിഞ്ഞില്ല. പക്ഷേ ദേവിയുടെ മനസ്സിൽ ഒരു കളങ്കയില്ലാത്ത കുട്ടിയാണ്, അത് രാമേട്ടന് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് രാമേട്ടൻ പറയുന്നുണ്ട്, ബാല അവളെ ആട്ടി ഇറക്കണ്ട ബാല എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ബാലൻ വിട്ടുകൊടുക്കില്ല. ബാലൻ പറഞ്ഞു, ഇല്ല, ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല. കാരണം വേറൊന്നുമല്ല, എൻ്റെ മകൻ്റെ ജീവിതം ഞങ്ങളെ എല്ലാം വിഡ്ഢികളാക്കി
ബന്ദികളാക്കിക്കൊണ്ട് എല്ലാത്തിനും ഇവളുടെ അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം ഇവൾ കൂട്ടുനിന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇവൾക്ക് സത്യാവസ്ഥ എന്നോടെങ്കിലും പറയാമായിരുന്നല്ലോ, അവൾ അതുപോലും പറഞ്ഞില്ല. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഇവളെ കൂടെ കൂട്ടി നിൽക്കുകയില്ല, ഇവളുടെ ഒരു കേസിനും ഞാൻ ഇടപെടാനും പോണില്ല എന്ന് ബാലച്ചൻ പറയുന്നുണ്ട്. ബാലച്ചൻ അവിടെ നിന്ന് ഒരു ഓട്ടോയൊക്കെ പിടിച്ച് ദേവി അവിടെ നിന്ന് നീ പോയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് ഗോമതി സ്റ്റോറിൽ നിന്ന്. ഒടുവിൽ ദേവി ആരുമില്ല, തനിക്ക് ഇനി ഒരാൾ പോലും സഹായത്തിനില്ല. അങ്ങനെ ദേവി മിത്രയെ വിളിച്ച് നോക്കുന്നുണ്ട്. മിത്ര കോൾ എടുത്തില്ല. മിത്ര അന്ന് എന്തോ ഫോൺ എടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. മീനുവിനെ വിളിച്ചിട്ടും കിട്ടിയില്ല. പക്ഷേ മീനാക്ഷി പിന്നീട് തിരിച്ച് വിളിക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ ദേവിയെ തിരിച്ച് വിളിച്ചു, പക്ഷേ കിട്ടിയില്ല. അങ്ങനെ നമ്മുടെ ദേവി എല്ലാവരും തനിക്കിനി തൻ്റെ ജീവിതത്തിൽ ആരുമില്ല, തൻ്റെ ആനന്ദേട്ടനും തൻ്റെ കുടുംബവും തൻ്റെ സ്വന്തം പെറ്റ മാതാപിതാക്കളാണെങ്കിൽ പോലും അവരും തന്നെ എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തി കളഞ്ഞു. ഇനി താൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? അങ്ങനത്തെ ചിന്തകളൊക്കെ ദേവിയുടെ മനസ്സിൽ കയറി വന്നു കേട്ടോ. അങ്ങനെ ദേവി ഒരു വലിയ ഒരു എന്തോ കനാലോ അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് ദേവി സ്വന്തം ജീവിതം കളയാം എന്നുള്ള രീതിയിൽ ദേവി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മീനാക്ഷി ദേവി ഇങ്ങനെ നടന്നു പോണത് കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേവിയുടെ ആ മുഖവും ഭാവവും ആ നടന്നു പോക്കും എല്ലാം കണ്ടപ്പോൾ മീനാക്ഷിക്ക് തോന്നി എന്തോ ഒരു പന്തികേട് ദേവിയേട്ടത്തിയുടെ ആ ഒരു ഇതിലുണ്ട്, ഒന്ന് ഫോളോ ചെയ്ത് പോയി നോക്കാം. അങ്ങനെ നമ്മുടെ മീനാക്ഷി ദേവിയെ ഫോളോ ചെയ്ത് ചെന്നു കേട്ടോ. ആ പോകുന്ന സമയത്ത് മീനാക്ഷി മാറി നിന്നപ്പോൾ ദേവി ആ കുളത്തിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാനായിട്ടാണ് ശ്രമിച്ചത്. ഒരു പക്ഷേ മീനാക്ഷി അത് കണ്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ദേവിയുടെ ജീവിതം അതോടുകൂടി തീർന്നേനെ. ദേവി സ്വയം ജീവൻ ഒടുക്കിയേനെ. കാരണം തന്നെ സ്വന്തം വീട്ടുകാർ പോലും തനിക്കില്ലാത്തൊരവസ്ഥ. എന്ത് ചെയ്യും ആ പെൺകുട്ടി? എല്ലാം നഷ്ടപ്പെട്ട് ഒരാളുടെ പോലും അനുകമ്പയോ സ്നേഹമോ ഒന്നും കിട്ടാണ്ട് ഈ സമയത്ത് ഇത്രയും തകർന്ന് നിൽക്കുന്ന സമയത്ത് ഒരാൾ പോലും സപ്പോർട്ടിന് ഇല്ലാണ്ട് വരുമ്പോൾ എന്താ ചെയ്യണേ? ആ ഒരു ചിന്തയിൽ ദേവി ആത്മഹത്യക്ക് ശ്രമിച്ചത്. മീനാക്ഷി ആ സമയം തന്നെ ദേവിയുടെ അടുത്ത് ഓടിച്ചെല്ലാണ് കേട്ടോ. അങ്ങനെ ചെന്ന് ദേവി അതിൽ നിന്ന് പിന്മാറ്റിപ്പിക്കുന്നു. ദേവി കെട്ടിപ്പിടിച്ച് കരയണം, മീനാക്ഷി എനിക്ക് ആരുമില്ല മോളെ, ഇനി ഞാൻ എന്തിനാ ജീവിച്ചിരിക്കണേ? ആരും എൻ്റെ സ്വന്തം മാതാപിതാക്കൾ പോലും എന്നെ തള്ളിക്കളഞ്ഞു ദേവി, മീനു എന്ന് പറഞ്ഞ് ദേവി പൊട്ടിക്കരയണ്. എൻ്റെ സ്വന്തം അമ്മ ചെയ്ത ക്രൂരതകളൊക്കെ പറയണം. അതായത് ആ വീട്ടിൽ നിന്ന് ഒരു വെള്ളം പോലും എനിക്ക് എടുത്ത് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മോളെ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് 2 പേർക്കുള്ള ആഹാരം പോലും അവർക്ക് അന്നെന്നുള്ളത് പോലും കിട്ടുന്നില്ല. ഇനി നിൻ്റെ ചിലവും കാര്യങ്ങളും കൂടെ ഞങ്ങൾ നോക്കണോ എന്നൊക്കെ അമ്മ എൻ്റെ കൂടെ പറഞ്ഞു. ഞാൻ ഒരു ഇച്ചിരി ആഹാരം എടുത്ത് കഴിക്കാനായിട്ട് ചെന്നാൽ പോലും അമ്മ പറയും, നീ ഇത് മൊത്തം എടുത്ത് തിന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ 2 നേരം കഴിക്കാനായിട്ട് എന്താ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്താ ചെയ്യണേ ദേവിയേട്ടത്തി? എനിക്ക് ആഹാരവും ഇതൊന്നും കിടക്കാൻ പോലും സ്ഥലമില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ എനിക്ക് എല്ലാവരും നഷ്ടപ്പെട്ട ഒരവസ്ഥ ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല മീനു. ഞാൻ ഇനി എന്തിനാ ജീവിച്ചിരിക്കണം മോളെ, എന്നെ വിട്ടേരെ, നീ പൊക്കോ എന്നൊക്കെ പറഞ്ഞ് ദേവി കരഞ്ഞുകൊണ്ട് മീനാക്ഷിനെ പറഞ്ഞു വിടാനൊക്കെ നോക്കിയിട്ടോ. മീനുവിനങ്ങ് ഭയങ്കര വിഷമായി പോവുകയാണ്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ ദേവിയേട്ടത്തി എന്തെങ്കിലും അതിക്രമം ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. മീനു ഭയങ്കര വിഷമായി പോയി. മീനു ദേവീനെ സമാധാനിപ്പിച്ചിട്ട് വീട്ടിലോട്ട് കൊണ്ടുവരണം. വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ശ്രീകലയോടും ഉദയഭാനുവിനോടും കുറച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. ദേവിയേട്ടത്തിനെ എല്ലാ രീതിയിലും, അതായത് ആനന്ദേട്ടൻ്റെ അടുത്തും അവിടെയും എല്ലാം എങ്ങനെ പെരുമാറണം, എന്ത് പറയണം എന്നൊക്കെ പഠിപ്പിച്ച് ജീവിതം ഈ വഴിതെരുവിൽ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് ഇപ്പോൾ നിങ്ങളെല്ലാം നഷ്ടപ്പെട്ട ദേവിയേട്ടത്തിനെ നിങ്ങളും കൂടെ പുറന്തള്ളി കളയാണോ? ഒരു സപ്പോർട്ട് കൊടുക്കേണ്ട സമയമല്ലേ നിങ്ങൾ, എന്നിട്ട് എന്തിനിങ്ങനെ ചെയ്യണോ എന്നുള്ള രീതിയിൽ മീനാക്ഷി കുറേ വഴക്ക് പറഞ്ഞു കേട്ടോ. അപ്പം ഉദയഭാനു പറഞ്ഞ മോളെ, അതുകൊണ്ടല്ല, ഞങ്ങൾ വിഷമം കൊണ്ട് അവളുടെ അടുത്ത് പറഞ്ഞല്ലേ, അതിനുവേണ്ടി അവൾ ഇങ്ങനൊരു അതിക്രമം ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയോ എന്നൊക്കെ ഉദയഭാനു പറഞ്ഞു. ശ്രീകല പറഞ്ഞു, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് മോളെ, അവൾ നിൽക്കേണ്ടത് ദേവമംഗലത്ത് തന്നെയില്ല. അപ്പം മീനു പറഞ്ഞു, അമ്മേ ഈ സമയത്ത് പെട്ടെന്നെല്ലാം ശരിയായി വരില്ല, കുറച്ച് കാലതാമസമൊക്കെ എടുക്കും, അപ്പോൾ അത് ക്ഷമിച്ചിരിക്കണം. നിങ്ങൾ ആ സമയത്ത് ദേവിയേട്ടത്തിനെ നിങ്ങളും കൂടെ അവോയ്ഡ് ചെയ്താൽ എന്താ ചെയ്യണത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ശ്രീകല പറഞ്ഞു, എനിക്ക് ഒരു മോളും കൂടെ ഉണ്ട്, അവളുടെ ജീവിതം കളയാൻ എനിക്ക് പറ്റില്ല, അവൾക്ക് നല്ല കല്യാണാലോചനകളും മറ്റും വരുന്ന സമയമാണ്. ഈ സമയത്ത് ഇവൾ സ്വന്തം ഭർത്താവിനെയും കുടുംബത്തെയും ഉപേക്ഷിച്ച് ഇവിടെ വന്ന് നിൽക്കണമെന്ന് ഞങ്ങൾ എങ്ങനെ അവരുടെ അടുത്ത് പറയും? അത് മാത്രമല്ല, അവൾക്ക് ഈ കല്യാണാലോചനയിൽ നമ്മുടെ ബാലൻ്റെ, ഗോമതി സ്റ്റോറിലെ ബാലൻ്റെ മൂത്ത മകളെ കല്യാണം കഴിപ്പിച്ച് വിട്ടേക്കുന്നത് ബാലൻ്റെ വീട്ടിലോട്ടാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ കല്യാണത്തിന് അവർ സമ്മതിച്ചത് തന്നെ. അപ്പോൾ അവിടെ നിന്ന് പിണങ്ങി ഇവിടെ വന്ന് നിൽക്കണമെന്ന് അറിഞ്ഞാൽ ഈ കല്യാണം പിന്നെ നടക്കുമോ? അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ശ്രീകല നമ്മുടെ മീനുവിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ ശ്രീകലയ്ക്കൊക്കെ ഭയങ്കര ദേഷ്യം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നിൻ്റെ കല്യാണം കഴിച്ചു, നിൻ്റെ ജീവിതം ഇനി നീ
നോക്കിക്കോണം എന്നൊക്കെയല്ലേ ദേവിയുടെ അടുത്ത് പറഞ്ഞത്. ഇപ്പോഴും ഉള്ളിൽ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ശ്രീകലയൊക്കെ മീനുവിനെ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഈ രീതിയിലൊക്കെ സംസാരിച്ചത്. അപ്പം ഈ മീനു പോയി കഴിഞ്ഞിരുന്നാലും ശ്രീകലയൊക്കെ വീണ്ടും ഇതേ രീതിയിൽ തന്നെ ദേവിയോട് പെരുമാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം ദേവി ഇപ്പം തൽക്കാലം മീനു പറഞ്ഞ് തൽക്കാലം ഒരു ശമനം വരും എന്ന രീതിയിലാണ് ഇപ്പോൾ കൊണ്ടുവന്ന് ആക്കിയിരിക്കുന്നത്. പക്ഷേ ദേവിയുടെ അവസ്ഥ ഇനിയും മോശം ഇത് തന്നെയായിരിക്കും കേട്ടോ. കാരണം ദേവിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ തമിഴിൽ വരുന്നത് വേറൊരു രീതിയിലാണ് കേട്ടോ. ദേവി വീണ്ടും പ്രഗ്നൻ്റ് ആവുന്നുണ്ട്. അതായത് ഇവർ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻ വന്നിട്ടില്ലെങ്കിലും ഒരു ദിവസം നമ്മുടെ ആനന്ദ് എല്ലാം തകർന്ന് കുറച്ച് മദ്യപിച്ച് വരുന്നുണ്ട്. ആ സമയത്ത് അവർ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ പിന്നീട് ദേവി പ്രഗ്നൻ്റ് ആവുന്ന ആ ഒരു ദിവസത്തെ ഇതിൽ റിലേഷനിൽ. പക്ഷേ അത് മലയാളത്തിൽ എങ്ങനെയാണ് ഇനിയിപ്പോൾ അത് ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും അത് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കേട്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. രാത്രി 9:30 മഴ തോരും മുമ്പേ പരമ്പരയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്